ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വണ്ടിയുടെ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഈ വാഹനം ഇവിടെ വന്ന് നോക്കി. ആദ്യം കസ്റ്റമർ പറഞ്ഞു ചെറിയൊരു റീപ്ലേസ്മെൻറ്റ് വണ്ടിയിലുള്ളതുകൊണ്ട് വേണ്ട, പിന്നീട് നമുക്ക് നോക്കി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഫുള്ളായിട്ടൊരു ഇൻസ്പെക്ഷനായിട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തത് കയ്യിൽ നിന്ന് കുറച്ച് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ വന്നിട്ട് രണ്ടാമത് വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല എന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡെലിവറി എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2018 മോഡൽ സെഡ് മാനുവലിൽ കിടക്കുന്ന ഡീസൽ ഇനോവ ക്രിസ്റ്റയാണ്. നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ, ഗ്രേ കളർ വണ്ടി. ഇതൊരു വളരെ ലോ കിലോമീറ്റർ ആയിട്ട് ഓടിയ മേജർ ആക്സിഡൻ്റ് ഒന്നും തന്നെ സംഭവിക്കാത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ആകെപ്പാടുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുറകിലെ ഡിക്കി മാത്രം മാറിയിട്ടുണ്ട്. അത് ഡിക്കി മാത്രമേ മാറിയിട്ടുള്ളൂ. അതിലെ ടൈലൈറ്റോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ ബന്ധപ്പെട്ട് ഷോറൂമിലൊക്കെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് വന്നിട്ട് അവരെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു ഡിക്കിൽ എന്തോ സ്ക്രാച്ചോ പോലെ ഒരു ചളുക്കം എന്തോ വന്നപ്പോൾ അതവർ മാറാതെ ഒരു പാനൽ മാത്രമായിട്ട് ഫുൾ സെറ്റ് അങ്ങ് മാറി കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അല്ല വേറെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോ കിലോമീറ്റർ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു വൃത്തി കാര്യങ്ങൾ വാഹനത്തിൽ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അവരിപ്പോൾ അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേസസ് പ്രിൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം ഒരേ സീരീസിൽ ഒരേ ഇതിൽ കിടക്കുന്ന വാഹനം തന്നെയാണ്. കിലോമീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ 43,092 കിലോമീറ്ററാണ് മീറ്റർ റീഡിങ് വന്നിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ജെന്യുവൻ കിലോമീറ്ററിനാണ്. പക്ക എന്താ പറയുക, ഒരു ഷോറൂം സർവീസും കാര്യങ്ങളും പോയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു നല്ലൊരു ക്വാളിറ്റി കിടക്കുന്ന 7 സീറ്റർ വി ഓപ്ഷൻ ഇനോവ ക്രിസ്റ്റയാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടിട്ടുള്ളത്. കാര്യങ്ങൾക്കൊന്നും കാര്യമായ പരിക്കൊന്നുമില്ല. പിന്നെ എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകുന്ന പോലെ തന്നെ ഒരു 10-40 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഉണ്ട് ചെറിയൊരു ഫെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല, പക്ഷേ അതൊരു 1 ലാഖൊക്കെ ആകുമ്പോഴേക്ക് പൊട്ടി തുടങ്ങിക്കോളും. അങ്ങനെ വേറെ പരിക്കുകളോ കാര്യങ്ങളോ തന്നെ സംഭവിക്കാത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഇനോവ ക്രിസ്റ്റയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ വണ്ടി ഇപ്പോൾ നമ്മളിന്ന് റൗണ്ട് എല്ലാം ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് കയ്യോട് കൂടിയിട്ട് നമ്മൾ കണ്ടെയ്നർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചാലക്കുടി വന്നിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ടച്ച് ആൻഡ് പോളിഷോ കാര്യങ്ങളോ അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അതിൽ ബമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ന്യൂ ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ പേപ്പർ വർക്ക് ഉള്ളിൽ നടക്കുന്നത് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ RC ബുക്കാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. 15/6/2018 രജിസ്ട്രേഷൻ ഡേറ്റ് കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്, ഗ്രേ മെറ്റാലിക് കളറ്. ബാക്കി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. ഈ വണ്ടിയുടെ മാനുഫാക്ചറിങ് ഈ ഇയർ കിടക്കുന്നത് 16/6/2018 വർഷത്തിലാണ് കിടക്കുന്നത്. ബാക്കി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അവരോട് തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് ബുക്ക് കാര്യങ്ങൾ സെക്കൻഡ്, പിന്നെ നമുക്ക് കുറച്ച് കൊണ്ടുപോകുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഇവരെ ഭാഗത്തുനിന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ഡെലിവറി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലെത്തി നമ്മുടെ സബ്സ്ക്രൈബർക്ക് നമ്മൾ വണ്ടി കൊടുത്ത് അവിടുന്ന് കസ്റ്റമർ റിവ്യൂ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്ത്. അപ്പോൾ നമുക്കത് അവിടുന്ന് വണ്ടി ഏറ്റെടുക്കാം. നമ്മുടെ ട്രക്ക് ഡ്രൈവർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ട്രക്ക് ഡ്രൈവറല്ല, അവിടുത്തെ ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ആൾ ഈ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവരെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വരുന്ന വണ്ടി എടുക്കാം. താങ്ക് യു. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ അവിടെ നിർത്തുന്നത് നമുക്ക് കണ്ടിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ വണ്ടി നമ്മളിവിടെ കേരളത്തിലെത്തി. നമ്മുടെ കസ്റ്റമർക്ക് ഇന്നലെ ഡെലിവറി കൊടുത്തിരുന്നു. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ അവരോട് തൃശ്ശൂർ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇന്നലെ പോയി സ്റ്റേ അടിച്ചു. ഇപ്പോൾ രാവിലെ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ റിവ്യൂ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കൂടി കഴിയട്ടെ എന്ന് കരുതിയിട്ട് നിന്നിരുന്നത്. അപ്പോൾ നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം കേട്ടെ. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്ത് പേയാട് രാജൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് റിട്ടയർ ചെയ്തു. അപ്പോൾ അജുവിൻ്റെ ഈ കേരള കാർസ് എന്നുള്ള ഇത് സംരംഭം യൂട്യൂബിലെ വീഡിയോയൊക്കെ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മളെ കേരളത്തിലുള്ളവർക്ക് നല്ല വണ്ടികൾ, ലോ കിലോമീറ്റർ, നല്ല മോഡൽ, അധികം ഓടിയിട്ടില്ലാത്ത, റീപ്ലേസ്മെൻറ്റോ മറ്റങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ എടുത്ത് കൊടുക്കുന്നതായിട്ടൊക്കെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ മോൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റാണ്. അവൻ ഇപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ വണ്ടി അന്വേഷിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു വണ്ടി സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അത് ഇന്നലെ ഡ്രൈവ് ചെയ്തു 10 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇപ്പോൾ ജസ്റ്റ് ഒരു 50-60 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല അനുഭവമാണ്. എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തിൽ? എങ്ങനെയുണ്ട് വണ്ടി? മൊത്തത്തിൽ നല്ല കണ്ടീഷനാണ്. നന്നായി നല്ല തൃപ്തിയുണ്ട്. അവിടുന്ന് ഇപ്പോൾ വന്നിട്ട് നമ്മളിതിൽ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അവിടുന്ന് ഇപ്പോൾ നമ്മളെടുത്ത അതേ പ്രസൻറ്റ് കണ്ടീഷനിലെ വണ്ടി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത് ഇത് പക്ക പ്രോപ്പറായിട്ടൊരു ഷോറൂം സർവീസ് റെക്കോർഡ് കാര്യങ്ങളുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് പുറത്തുനിന്ന് ഒന്നും വഹിക്കുക കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നു ടൊയോട്ടയിൽ പോവുക, ബാക്കി കാര്യങ്ങൾ അവിടുന്ന് നാട്ടിൽ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഷോറൂമിൽ കൊടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. മൊത്തത്തിൽ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് വളരെ സാറ്റിസ്ഫാക്ടറിയാണ്. എല്ലാ ഡീലിങ്സും എല്ലാം ആദ്യം മുതൽ അവസാനം വരെയും എല്ലാം വളരെ നന്നായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എടുത്ത വില
പ്രൈസ് ഇപ്പോൾ പറയണ്ട. ഞാൻ പറയണ്ട. ഓക്കെ, ഇത് 2018 സെഡ് മാനുവലാണ് എടുത്തുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങൾക്ക് എന്ത് വിലയാവും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിനെ തന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ മേപ്പോട്ടൊക്കെയാണ് അവിടെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് കിടക്കാറ്. ഡിപ്പെൻഡ് വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് കേട്ടോ. അത് ടാക്സി ഓടിയതോ അല്ലെങ്കിൽ റെൻ്റ് ക്യാബ് ഓടിയതോ അല്ലെങ്കിൽ സർവീസ് റെക്കോർഡ് ഇല്ലാത്ത ഓണർഷിപ്പ് കൂടുന്ന കിലോമീറ്റർ കൂടുന്നതിനൊക്കെ അനുസരിച്ച് പ്രൈസ് റേറ്റ് താഴോട്ടും പിന്നെ ഈ പറഞ്ഞ ലെവലിൽ ഇതൊക്കെ കുറയുന്നതിനും അനുസരിച്ച് പ്രൈസ് മേലോട്ടും ആവാനുള്ള സാധ്യത കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചാനലിനെ കുറിച്ച്? ചാനലിനെ കുറിച്ച് പൊതുവേ വളരെ നല്ല ഡീലിങ്സുമാണ്, നല്ല അതുപോലെ എല്ലാം കസ്റ്റമർ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു, ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു കൺഫർമേഷന് വേണ്ടി ചെറിയൊരു എമൗണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിൻ്റെ കേസിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് നമുക്ക് അപ്പോഴായിട്ടുള്ള വീഡിയോ ഒക്കെ വണ്ടി പോയി ചെക്ക് ചെയ്യുന്നതും ഡെലിവറി എടുക്കുന്നതും മറ്റ് എല്ലാ ഇവൻസും നമുക്ക് അപ്പോഴുള്ള കാര്യങ്ങൾ വീഡിയോ അയച്ചു തന്നു. പിന്നെ അഡ്വാൻസ് അടയ്ക്കുന്ന പേയ്മെൻറ്റ്, അതുപോലെ ഓരോ സ്റ്റെപ്പ് അടയ്ക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് ഇട്ട് തന്നു. അങ്ങനെ വളരെ ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ടി വന്നില്ല. എന്തായാലും ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? പുറകിൽ മോനെന്താ പേര്? ആബേൽ. എത്രയിലാണ് പഠിക്കുന്നത് ഇപ്പോൾ? 10th. ശരി, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് കസ്റ്റമർ റിവ്യൂ. അപ്പം ഇതേപോലെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് ഭാഗങ്ങളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ വീഡിയോയുടെ സൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന ഏത് വാഹനം എന്നുള്ളത് വ്യക്തമായിട്ട് അയക്കുക. പെട്രോൾ ആണോ, ഡീസൽ ആണോ, 4x4 ആണോ, 4x2 ആണോ, ഓട്ടോമാറ്റിക് ആണോ, മാനുവൽ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരും. എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്നില്ല. നിങ്ങളിങ്ങനെ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പോയി നോക്കി ചെക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇനോവ, ഇറ്റിയോസ്, ലിവ, അതേപോലെ കൊറോള ആൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോം, മഹേന്ദ്രയുടെ താർ, പിന്നെ അതുപോലെ തന്നെ ചെറുവാഹനങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ചില വണ്ടികൾ ഇപ്പോൾ അവിടെ കിട്ടുന്നില്ല. പിന്നെ ചില വാഹനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചെറുവാഹനങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മൾ അവിടുന്ന് മേടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ടാക്സോ രജിസ്ട്രേഷൻ ഫീസോ അടച്ചു വരുമ്പോൾ ഒന്നെങ്കിൽ കേരള വണ്ടിയുടെ ഈക്വൽ പ്രൈസ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ വണ്ടി ക്വാളിറ്റി ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു മോഡൽ വണ്ടി തന്നെ വേണം, നിങ്ങൾ നമ്മുടെ കമ്മീഷനും കാര്യങ്ങളും തരാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതും ഉറപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കി എടുത്തു തരുന്നതായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കുറേ അധികമായിട്ട് ഇപ്പോൾ മെസ്സേജുകൾ വരുന്ന എല്ലാവരും ചോദിക്കുന്നത് BMW ഉണ്ടോ, 2015 ഒരു BMW വേണം, അല്ലെങ്കിൽ 16 ബെൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ BMW, ബെൻസ്, ഓഡി എന്നൊക്കെ പറയുന്നത് ഒരു കമ്പനിയാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നിങ്ങളൊരു മെസ്സേജ് ചെയ്യും, ചിലപ്പോൾ ഞാനത് കണ്ടതിനും പിന്നെ അത് ഏതാണെന്ന് ചോദിച്ച് മറുപടി പോയി, പിന്നെ അടുത്ത മെസ്സേജ് അയക്കുമ്പോൾ ഒത്തിരി ഡിലേ ആയി, നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ഗ്യാപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.